1991 അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭ അനുമതി നൽകി BOT പദ്ധതിയായി തുടങ്ങിയ 1994 തുടങ്ങിയ പദ്ധതിയാണ് മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി. 30 വർഷത്തിന് ശേഷം KSEBക്ക് കൈമാറേണ്ട പദ്ധതി 25 വർഷം കൂടി പദ്ധതി നിർമ്മിച്ച കാർബോറാണ്ടം കമ്പനിക്ക് നീട്ടി നൽകാൻ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്ന് തീരുമാനിച്ചു എന്ന് ആരോപിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഈ 30-ാം തീയതി പദ്ധതി കൈമാറണമെങ്കിൽ ഇതിനകം നോട്ടീസ് നൽകണമെന്നിരിക്കെ അതുണ്ടായിട്ടില്ലെന്നും ഈ തീരുമാനത്തിന് പിന്നിൽ കോടികളുടെ അഴിമതി ഉണ്ടെന്നും ആരോപിക്കുന്നു പ്രതിപക്ഷം. സർക്കാരിന് ആരോപണത്തിൽ വിശദീകരണമുണ്ടോ? മറ്റൊരു ലാവിനാകുമോ മണിയാർ പദ്ധതി? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് A. ഷുക്കൂർ, CPM വക്താവ് അഡ്വക്കേറ്റ് R. സനൽകുമാർ, പരിസ്ഥിതി പ്രവർത്തകൻ SP രവി എന്നിവർ. ആദ്യം സനൽകുമാർ, ഈ പദ്ധതി ഡിസംബർ 30-നകം KSEBക്ക് കൈമാറണമെന്നാണ് കരാർ വ്യവസ്ഥ. രേഖകൾ അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കാർബോറാണ്ടത്തിന് 25 വർഷം കൂടി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ആദ്യമേ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള മുരുകപ്പ ഗ്രൂപ്പിന് കീഴിലുള്ള കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന, പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറുകിട ജലസേചന പദ്ധതിയാണ് മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. ഈ മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പദ്ധതിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ചെറുകിട ജലസേചന വൈദ്യുത പദ്ധതികൾ പരമാവധി സ്വകാര്യ മേഖലയിലും സ്ഥാപിക്കണം എന്ന ഏജൻസികളെ അതിനുവേണ്ടി കണ്ടെത്തണമെന്നുള്ള 1990 ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഈ കാർബോറാണ്ടം യൂണിറ്റ് കമ്പനി പത്തനംതിട്ടയിലെ ഈ മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് ആരംഭിക്കാൻ ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു പദ്ധതി വരുന്നതിൻ്റെ ഭാഗമായി 91 ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 94 വ്യക്തമായ ധാരണകളോടുകൂടി ഇത് കമ്മീഷൻ ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത് കമ്മീഷൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 30 വർഷക്കാലത്തേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായത്. അപ്പോൾ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ക്ഷാമം പരിഹരിക്കുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായി കക്കാടുപുഴയിൽ നിന്ന് മണിയാർ ജലവൈദ്യുത പദ്ധതി 91 അനുവാദം നൽകിയിട്ടുള്ളത്. 91 അനുവാദം നൽകിയെന്ന് ഞാൻ പറയുന്നതിലും പ്രത്യേകമായൊരു കാര്യമുണ്ട്. 94 ഈ പദ്ധതി കമ്മീഷൻ ചെയ്തത് എന്ന് പറയുന്നതിനും വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണെങ്കിൽ 30 വർഷത്തേക്ക് പദ്ധതി പരിപാലിച്ച് കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ ഇപ്പോൾ അത് 25 വർഷത്തേക്ക് വീണ്ടും നീട്ടണം എന്ന ഒരപേക്ഷ സർക്കാരിന് വന്നു. അപ്പോൾ ഈ അപേക്ഷ വന്നപ്പോൾ 1960 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ CUMI കമ്പനി. അപ്പോൾ ഈ കേരളത്തിലെ കമ്പനിയുടെ വിപുലീകരണ പ്രവർത്തനത്തിന് വേണ്ടി മണിയാർ ക്യാപ്റ്റീവ് വൈദ്യുത പദ്ധതി വലിയ പങ്കാണ് വഹിച്ചത്. കേരളത്തിൽ അവരുടെ നിക്ഷേപം 360 കോടിയിൽ നിന്ന് 700 കോടിയായി വർദ്ധിച്ച പശ്ചാത്തലവും നാം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം വൈദ്യുതി ലഭ്യതയിൽ തടസ്സം നേരിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്പ്, അമേരിക്കയും ഏഷ്യ പസഫിക് രാജ്യങ്ങളിലേക്കടക്കം 100 കോടിയുടെ കയറ്റുമതിയാണ് ഈ കമ്പനി പ്രതിവർഷം കേരളത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 94 ഈ CUMIയുടെ വൈദ്യുത ആവശ്യത്തിൻ്റെ ഏതാണ്ട് 35% നിറവേറ്റിയിരുന്നത് മണിയാർ പദ്ധതിയാണ്. എന്നാൽ ഇന്ന് 18% മാത്രമാണ് മണിയാർ പദ്ധതി വഴി നിറവേറ്റുന്നത്. അപ്പോൾ ഇതിന് ഈ കരാർ നീട്ടിത്തരുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതിന് ചില കാരണങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ 2018 പ്രളയം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല അടക്കം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ പ്രളയം
കക്കാടിലെയും മണിയാറിലെയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ദുരന്തങ്ങളും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ആകെ പറയേണ്ടതില്ല. അപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങളെ കാരണം ഈ കരാറിൻ്റെ തുടർച്ചയായിട്ട് ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ കൂടുതൽ നിക്ഷേപം നടത്താതെ നിവൃത്തിയില്ല എന്ന സ്ഥിതി കമ്പനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പദ്ധതിയിൽ വീണ്ടും നിക്ഷേപം നടത്താൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വിപുലീകരണം അടിയന്തരമായി നടക്കണം എന്ന കാര്യവും വന്നു. അപ്പോൾ 2022 ഡിസംബർ 12 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇവരുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഫീൻ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ കമ്പനി നടത്തുന്നതുകൊണ്ടും ഇവർക്ക് ക്യാപ്റ്റീവ് വൈദ്യുതിയുടെ ആവശ്യം ഉണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടും പുതിയ ചില നിക്ഷേപ പദ്ധതികൾ കൂടി കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവർ നടപ്പാക്കുന്നതും പരിഗണിച്ചുകൊണ്ട് ഇവരുടെ കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണെന്നാണ് യോഗം തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചെങ്കിലും KSEBയുമായിട്ട് പുതിയ കരാറുണ്ടാക്കണമെന്നും ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്ന വ്യവസായത്തിൻ്റെ നിക്ഷേപ പദ്ധതികളുടെ ഭാഗമായി ഈ പദ്ധതിയെ പ്രത്യേകം പരിഗണിക്കണമെന്നും വിശദമാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് സനൽകുമാർ പറഞ്ഞു വരുന്നത് അവർ കൂടുതൽ നിക്ഷേപം കേരളത്തിൽ നടത്തുകയാണ്, അവർക്ക് വൈദ്യുതിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ തന്നെ നിർമ്മിച്ച് പരിപാലിച്ച് KSEB കൈമാറേണ്ടിയിരുന്ന മണിയാർ പദ്ധതി 25 വർഷം കൂടി നീട്ടി നൽകാം, അവർ കൂടുതൽ നിക്ഷേപം നടത്തുന്നു, കൂടുതൽ തൊഴിൽ നൽകുന്നു, വ്യവസായം വളരുന്നു, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇത് ഒരു നയമാണോ, സർക്കാരിൻ്റെ നയമാണോ? കൂടുതൽ നിക്ഷേപം ഇറക്കുന്ന മറ്റു കമ്പനികൾക്ക്, അവരുടെ വ്യവസായ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്ന മറ്റ് കമ്പനികൾക്ക് സമാനമായ ഇളവ് സർക്കാർ നൽകുമോ? നിശ്ചയമായും ഇപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേരളം ഇന്ന് ലോകത്തെ വ്യവസായ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ആകെ നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ പോകേണ്ടതില്ലെങ്കിലും വലിയ മുന്നേറ്റമാണ് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം കാലത്ത് കേരളം ലോക റാങ്കിങ്ങിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും ലോകത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് വ്യവസായം തുടങ്ങാൻ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള സംസ്ഥാനം കേരളമാണെന്നുമുള്ള അംഗീകാരത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതികളിൽ ഒന്ന്, നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി എത്തിക്കാനുള്ള കുറെ പരിമിതികൾ ഇപ്പോഴും അതായത് കൂടുതൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് അവർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു നയം സർക്കാരിനുണ്ടോ? അത് നേരത്തെ തന്നെ നമ്മുടെ സർക്കാർ രൂപീകരിച്ച്, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മാത്രമല്ലല്ലോ, 90-കളിൽ തന്നെ രൂപീകരിച്ച നയത്തിന്റെ ഭാഗമായി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ച് പരിപാലിപ്പിച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് കമ്പനികൾക്ക് ഇതുപോലെ 25 കൊല്ലം കൂടി കാലാവധി നീട്ടി നൽകുക എന്നൊരു നയം സർക്കാരിനുണ്ടോ? അത് കാലാകാലങ്ങളിലെ നിക്ഷേപ സാധ്യതയും കാലാകാലങ്ങളിലെ ഇപ്പം ഇവരെ സംബന്ധിച്ച് അതാണല്ലോ ഞാൻ പറഞ്ഞത്, 1960 മുതൽ കേരളത്തിൻ്റെ വിശ്വാസം നേടിയ ഒരു കമ്പനിയാണ്. അവരെ സംബന്ധിച്ച് കേരളത്തിനകത്ത് അവർ നേരത്തെ ഉണ്ടായിരുന്ന 360 കോടിയുടെ നിക്ഷേപം 700 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, അവരിപ്പോൾ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 12,000-ഓളം പേർക്ക് ഇത്തരത്തിലൊരു നയം രൂപീകരിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഗുഡ്വിൽ, അവർ ഇതുവരെ പ്രവർത്തിച്ച രീതി, ഇതൊക്കെയാണ് എങ്കിൽ അവർ വളരെ വിശ്വസനീയമായ കമ്പനിയാണ്, സംസ്ഥാനത്ത് വ്യവസായം വളർത്തുന്ന കമ്പനിയാണ് എന്നൊക്കെ പറയുമ്പോൾ KSEB കൊടുക്കുന്ന റിപ്പോർട്ട് അങ്ങനെയല്ലല്ലോ സനൽകുമാർ. ഈ മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് KSEB ഒന്നിലധികം കത്തുകൾ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി നൽകിയിട്ടുണ്ട്. അപ്പോൾ കരാർ ലംഘനം നടത്തുന്ന ഒരു കമ്പനിക്ക് എന്തിനാണ് 25 വർഷം ഇത് നീട്ടി നൽകുന്നത്? അത് അവരുടെ ഗുഡ്വില്ലാണോ? അല്ല, കരാർ ലംഘനം എന്ന് പറയുന്നത് KSEBയുമായി വിവിധ ഘട്ടങ്ങളിലുള്ള എന്താണോ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, ആ ധാരണയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് KSEBയും ഈ വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെടുത്തേണ്ടതായിട്ടില്ല. ഏത് കമ്പനിയാണെങ്കിലും ഇപ്പം തന്നെ ഗവൺമെൻറ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആലോചന യോഗത്തിൻ്റെ തീരുമാനം തന്നെ സനൽകുമാർ പറയുന്നത് വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നു. അവരെന്തെങ്കിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് KSEB പരിഹരിക്കട്ടെ എന്നാണ്. എങ്കിൽ ഈ തീരുമാനമെടുക്കുന്ന യോഗം ഉണ്ടല്ലോ, അതായത് ഇവർക്ക് 25 കൊല്ലം കൊണ്ട് നീട്ടി നൽകാം എന്ന് ഒരു യോഗം തീരുമാനിച്ചല്ലോ, ആ യോഗത്തിൽ വൈദ്യുതി മന്ത്രി പങ്കെടുത്തിരുന്നു.
അല്ല, അതിന് വൈദ്യുതി മന്ത്രി പങ്കെടുക്കണമെന്നില്ലല്ലോ. വൈദ്യുതി സെക്രട്ടറിയും അതിൽ ബന്ധപ്പെട്ട ആളുകളും പങ്കെടുത്താലും മതിയല്ലോ. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതായത് നയപരമായ ഒരു തീരുമാനം സംസ്ഥാനത്ത് നയപരമായ ഒരു തീരുമാനം എടുക്കുന്നത് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരാണോ സനൽകുമാർ, അതോ മന്ത്രിസഭയാണോ? അതിന്റെ മാർഗനിർദ്ദേശമാണല്ലോ 2022 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഉണ്ടാക്കണമെന്നുള്ളൊരു മാർഗനിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡല്ലേ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചതല്ല, കരാറുമായി ബന്ധപ്പെട്ട കാര്യമല്ല സനൽകുമാർ. അതായത് എക്സ്റ്റൻഷൻ, കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിന്റെ കാര്യമല്ല എന്റെ ചോദ്യം. ഇവർ കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്നിലധികം തവണ KSEB ഊർജ്ജ വകുപ്പിനെ കത്തയച്ചിട്ടുണ്ട്. ഇവരുടെ കരാർ ലംഘനം എന്താണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുവഴി സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നഷ്ടമുണ്ടാക്കിയ, ഇങ്ങനെ കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് എന്ത് നയത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകുമ്പോഴും അത് വൈദ്യുതി വകുപ്പ് അറിയണ്ടേ, KSEB അറിയണ്ടേ? അല്ല, അതില് താങ്കൾ ചോദിച്ച കാര്യങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ട വിഷയങ്ങളുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അതെല്ലാം കൂടെ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനിയുമായി വിവിധ കാര്യങ്ങളിൽ KSEB ഇടപെടുന്നതിൻ്റെ ഭാഗമായി KSEBക്ക് പ്രതിവർഷം ഉണ്ടാകുന്ന ചെലവുമായി പല കാര്യങ്ങളിലും ചേർത്ത് നോക്കുമ്പോൾ ഇത്തരം ഒരു ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്ന് പോലും ശരാശരി 5 കോടിയോളം രൂപ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ലഭിക്കുന്ന ഒരു നിക്ഷേപം കൂടിയാണിത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച് ഒരു വശത്ത് അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി അവരുടെ നിക്ഷേപ സാധ്യതകൾക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അധിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ കമ്പനിയെ കൊണ്ട് പ്രയോജനം അങ്ങനെ അധിക വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാക്കിയ കരാറിൽ അവർ ഓപ്പൺ പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങി, വൈദ്യുതി വില കുറവുള്ളപ്പോൾ അങ്ങനെ KSEBക്ക് നഷ്ടമുണ്ടാക്കിയതാണ് KSEBയുടെ വാദം. ഇനി ഒറ്റ കാര്യം, ഇതൊക്കെ ഇരിക്കട്ടെ, ഇത് ഞാൻ മുമ്പ് ചോദിച്ചു അങ്ങോട്ട് കാർബോറണ്ടത്തിന് മാത്രം ഒരു നിമിഷം കാർബോറണ്ടത്തിന് മാത്രമുള്ള ഒരു ഇളവാണെന്ന് ഞാൻ ചോദിച്ചു. ഇതേ KSEB വീണ്ടും പറയുന്നു, VR പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ 2004 ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഇരുട്ടുകാനത്ത്, ഇടുക്കി ജില്ലയിലാണത്, ഇരുട്ടുകാനത്ത്. അവരും സമാനമായി ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും 2018 കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടായി, ഞങ്ങൾക്കും കാലാവധി നീട്ടിത്തരണമെന്ന്. നമ്മൾ ഈ കാർബോറാണ്ടത്തിന് കാലാവധി നീട്ടിക്കൊടുത്താൽ അത് അനീതികരമായിരിക്കും മറ്റ് പ്ലെയേഴ്സിന് ഇക്കാര്യത്തിൽ എന്നും KSEB ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് കാർബോറാണ്ടത്തിന് മാത്രമുള്ള ഒരു നയമാണോ എന്ന്. അല്ല, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യാപ്റ്റീവ് പ്ലാന്റുകൾ കേരളത്തിൽ 2 മാത്രമേ ഉള്ളൂ. ക്യാപ്റ്റീവ് പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെന്ന് പറയുമ്പോൾ കാർബോറാണ്ടവും ഇൻഡസലുമാണ്. ഇതിൽ ഇൻഡസലിനും കാലാവധി നീട്ടിക്കൊടുക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. ബാക്കിയുള്ള കമ്പനികളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന ബൂട്ട് സംവിധാനത്തിലുള്ള കമ്പനികളാണ്. അപ്പോൾ ഈ ബൂട്ട് സംവിധാനത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെല്ലാ സ്ഥലത്തും ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു പ്ലാന്റുകൾ ഉപയോഗിക്കുന്നവർക്ക് അതത് വ്യവസായം തുടരുന്നതുവരെ ഘട്ടം ഘട്ടമായി അനുമതി നൽകുന്ന രീതി ഇന്ത്യയിൽ എല്ലായിടത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണ്. സർക്കാരുകൾ മാത്രമല്ല, കരാറിലുണ്ട്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് അജിംസ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അജിംസ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ക്യാപ്റ്റീവ് പ്ലാന്റുകൾ കേരളത്തിൽ 2 ഉള്ളൂ. ആ ക്യാപ്റ്റീവ് പ്ലാന്റുകൾ 2 ഉള്ളത്, ഒന്ന് കാർബോറാണ്ടവും ഇൻഡസ്ട്രിയിലുമാണ്. ഈ കാർബോറാണ്ടത്തിനും ഇൻഡസ്ട്രിയലിൻ്റെയും കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ കരാറുകൾ ഘട്ടം ഘട്ടമായി ആ പ്രോജക്റ്റിൻ്റെ പുരോഗതിക്കനുസരിച്ച് നീട്ടിക്കൊടുക്കുക എന്നുള്ളത് കേരള സർക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, കേരളത്തിലെ വൈദ്യുതി ബോർഡ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ബാക്കിയുള്ള കമ്പനികൾ ഗുജറാത്തിന്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ ഒന്നും നയം നോക്കണ്ട. ഗുജറാത്തും കേന്ദ്രവും ഒക്കെ അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ കേരളത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കേരളത്തിൽ ഇവരുടെ കരാറിലില്ലാത്ത കാര്യം നയപരമായി തീരുമാനിക്കുമ്പോൾ അത് കാർബോറാണ്ടത്തിന് മാത്രമുള്ള നയമാണോ എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? അല്ല, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, കാർബോറാണ്ടവും ഇൻഡസ്ട്രിയിലും മാത്രമാണ് കേരളത്തിൽ ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്ന 2 ഏജൻസികൾ. ഇവർക്ക് ഘട്ടം ഘട്ടമായി കരാർ പുതുക്കി കൊടുക്കാമെന്ന് വ്യവസ്ഥ നേരത്തെ തന്നെ ഉള്ളതാണ്. അത് കരാറിൽ വേണ്ടേ? ആ വ്യവസ്ഥ എവിടെയാണുള്ളത്? അവർ ഘട്ടം ഘട്ടമായി ഇത് ഈ BOOT സംവിധാനം അതിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാമെന്ന് കരാറിലുണ്ടോ? അങ്ങനെ ഒരു ധാരണയുണ്ടോ? അത് എവിടെ എഴുതി വെച്ചിട്ടുള്ളത്?
അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം അജിംസ് ശ്രദ്ധിക്കുന്നില്ല. അതായത് അജിംസ് കൊണ്ടുവരാൻ പോകുന്ന പോയിന്റ് ബൂട്ട് പദ്ധതികൾക്കെല്ലാം കരാർ നീട്ടിക്കൊടുക്കുന്ന വ്യവസ്ഥ ഉണ്ടോയെന്നാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബൂട്ട് വ്യവസ്ഥയിൽ വെക്കുന്ന എല്ലാ കമ്പനികൾക്കും ഈ വ്യവസ്ഥയില്ല. എന്നാൽ ക്യാപ്റ്റീവ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസലിനും ഈ കാർബോറണ്ടത്തിനും ഈ കരാർ നീട്ടിക്കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ തുടക്കം മുതലേ ഉള്ളതാണ്. അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, അവർ നിർമ്മിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്നവർ, അവർക്ക് ഇത് നീട്ടിക്കൊടുക്കാമെന്ന വ്യവസ്ഥ എവിടെയുള്ളത്? അത് വ്യക്തമായിട്ടുള്ള വ്യവസ്ഥ ഇതിന്റെ അകത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അനുമതി നൽകുന്ന രീതിയാണ് സനൽകുമാർ, രേഖപ്പെടുത്തപ്പെടണ്ടേ? ഒരു കരാറിൽ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ സർക്കാരിന്റെ നയം ഉണ്ടാവണ്ടേ? സർക്കാർ നയമെങ്കിലും ഉണ്ടാവണ്ടേ? അല്ല, അതുകൊണ്ടാണല്ലോ കരാറിൽ അങ്ങനെ ഏതെങ്കിലും വ്യവസ്ഥ ഇല്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, 2022 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇവരുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ ഈ 2 കമ്പനികളാണ് ഈ നിലയിൽ ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടി ഘട്ടം ഘട്ടമായി ആവശ്യമായിട്ട് വന്നാൽ നീട്ടിക്കൊടുക്കാം എന്ന ധാരണ ഗവൺമെന്റ് തലത്തിലുള്ളത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ആ 2 കമ്പനികൾക്ക് വേണ്ടി മാത്രമായി സർക്കാരിന്റെ നയമുണ്ട് എന്നാണ് സനൽകുമാറിന്റെ വാദം. ഞാൻ ഷുക്കൂറിലേക്ക് വരാം. ഷുക്കൂർ, ഇവിടെ സനൽകുമാറിന്റെ വാദം വൈദ്യുതി നിർമ്മിച്ച് ആ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുള്ള വൈദ്യുതി ഉൽപാദകൻ, അതാണ് കാർബോറണ്ടം കമ്പനിയുടെ സവിശേഷത. സമാനമായി മറ്റൊരു കമ്പനിയും സംസ്ഥാനത്തുണ്ട്. ഈ 2 കമ്പനികളെ അങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ 2 കമ്പനികൾക്ക് മാത്രമായി ഒരു പുതിയ നയം മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. അത് മന്ത്രിസഭാ യോഗമല്ല, മന്ത്രിസഭാ മിനിറ്റ്സിലില്ല. ആ യോഗത്തിന്റെ സ്വഭാവം സനൽകുമാർ പിന്നീട് വിശദീകരിക്കുമായിരിക്കും. അങ്ങനെ ഒരു നയമുണ്ടെങ്കിൽ ഈ നടപടി നീതീകരിക്കപ്പെടാവുന്നതല്ലേ ഷുക്കൂർ? ഒരു കാരണവശാലും നീതീകരിക്കപ്പെടാൻ പറ്റില്ല. കാരണം വ്യക്തമായ കരാറുണ്ട്, 30 വർഷത്തേക്കുള്ള കരാർ. അത് നീട്ടിക്കൊടുക്കുന്ന ഒരു സൂചനയും ആ കരാറിലില്ല. ഈ കരാറിൽ പറയുന്ന കാര്യങ്ങളിൽ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കടുത്ത നടപടിയെടുക്കാനും കരാറിലുണ്ട്. അത് സംബന്ധിച്ച് KSEB കൃത്യമായ റിപ്പോർട്ട് കൃത്യമായ ഊർജ വകുപ്പ് സെക്രട്ടറിക്കും ഗവൺമെൻറ്റിനും കൊടുത്തിട്ടുള്ളതാണ്. അതിന്മേലുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ബോധപൂർവമായി ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടി ചേർന്നിട്ടുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറയുന്ന ഏർപ്പാട്. അതായത് വീണ്ടും 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുക. ഒരു വർഷം 20 കോടി രൂപ വെച്ച് 30 വർഷത്തേക്ക് 600 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അവർക്ക് പോയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവർ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ലംഘനം വരുത്തി. ഇത് അവരുടെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കി 12 മെഗാവാട്ട് കറണ്ട് വൈദ്യുതി സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുക. ഇതിൽ പറയുന്നത് 2018 പ്രളയം മൂലം പച്ചക്കള്ളമാണെന്ന് KSEB തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2018 അവരുടെ ഉൽപ്പാദനം നിലച്ചിട്ടില്ല. എന്നാൽ 2019 ചില പ്രശ്നങ്ങൾ 1-2 മാസം ഉണ്ടായിട്ടുണ്ട്. 2018 പ്രളയ കാലഘട്ടത്തിൽ 2.3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു കൃത്യമായി. ഇതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഇത് പുതുക്കി കൊടുക്കാൻ പാടില്ല. ഈ കരാർ എന്നുള്ളത് KSEB ഉത്തരവാദിത്തപ്പെട്ടവരെ, സർക്കാരിനെ, ഊർജ വകുപ്പിനെ അങ്ങനെ അറിയിച്ചിട്ടുള്ളതും മാത്രമല്ല, KSEB പറയുന്ന ഒരു കാര്യം നമ്മൾ എടുത്തു കാണണം. ഈ വൈദ്യുതി പദ്ധതി, ഈ ജലവൈദ്യുതി പദ്ധതി അടുത്ത 10 വർഷത്തേക്ക് കൊണ്ട് നടന്നാൽ സർക്കാർ ഏറ്റെടുത്ത് അല്ലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ കാര്യങ്ങൾ ജലവൈദ്യുതി പദ്ധതി കൃത്യമായി സ്വകാര്യ മേഖലയിലേക്ക് പോകാതെ പോയാൽ 140 കോടി രൂപയുടെ പ്രയോജനം വൈദ്യുതി മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ജലവൈദ്യുത പദ്ധതി ഈ തരത്തിലേക്ക് ചില സ്ഥാപിത താല്പര്യങ്ങൾ അഴിമതി മുന്നിൽ കണ്ടുകൊണ്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുന്ന സർക്കാർ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഒരു യോഗം കൂടി എന്ന് പറയുന്നു.
മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടിയെന്നാണ് അജിംഷും ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ വൈദ്യുതി മന്ത്രി പറയുന്നു ഞാൻ പങ്കെടുത്തിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക റെക്കോർഡ് രേഖ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്, ഈ യോഗ തീരുമാനം. അപ്പോൾ വൈദ്യുതി മന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വൈദ്യുതി വകുപ്പ് മന്ത്രി പങ്കെടുത്തു, അജിംസ് പറഞ്ഞതാണ് ശരി. പക്ഷേ അവിടെ നടന്നിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറ് ഇങ്ങനെ വീണ്ടും നീട്ടിക്കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം 30 വർഷത്തേക്ക് മാത്രമാണ്. 30 വർഷം കഴിഞ്ഞാൽ വീണ്ടും ടെൻഡർ ചെയ്ത് നടപടിയിലേക്ക് പോകാം. പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ ജലവൈദ്യുതി പദ്ധതി ഇന്നിപ്പോൾ സർക്കാരിന് ലാഭകരമാക്കാൻ കഴിയും എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉത്തരവാദിത്തപ്പെട്ടവർ ഗവൺമെന്റിനെ അറിയിച്ച സാഹചര്യത്തിൽ അതിലേക്ക് പോകേണ്ടതിന് പകരം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് 2015 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ 25 വർഷക്കാലത്തേക്ക് വൈദ്യുതി കൃത്യമായി ഇത്ര മെഗാവാട്ട് വൈദ്യുതി 4 രൂപ 29 പൈസക്ക് വാങ്ങാമെന്നുള്ള കരാർ റദ്ദ് ചെയ്ത് ഇപ്പോൾ ഭീമമായ നഷ്ടം ബോർഡിനും ഖജനാവിനും ജനങ്ങൾക്കും ദ്രോഹകരമായി വരുന്ന തരത്തിലേക്ക് മാറ്റിയതുപോലെ മറ്റൊരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ് ഇവിടെ. 4 രൂപ 29 പൈസക്ക് 1 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലഭിക്കുമ്പോൾ അത് വളരെ ലാഭകരമായിരുന്നു. 2040 വരെ നമുക്ക് ഈ യോഗത്തിന്റെ തീരുമാനമായി KSEB നൽകിയ കത്തിലെ അവസാനത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക നയം രൂപീകരിക്കേണ്ടി വരും. അത് വ്യവസായ വകുപ്പിന്റെ നയവുമായി കൂടിച്ചേർന്ന് അത് പിന്നീട് തീരുമാനിക്കാം എന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നയം രൂപീകരിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല ഇതിൽ അഴിമതി ഉണ്ട് എന്നാണ്? ഇത് ഈ നയം രൂപീകരിക്കുമെന്നും ആ തരത്തിൽ പോകണമെന്നും പറയുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന അഴിമതി നടത്തുക എന്നുള്ളതാണ്. ഇത് ലാവലിനേക്കാൾ വലിയൊരു കൊള്ളയാണ്. അന്ന് പറഞ്ഞിരുന്നത് ഒരു എന്താ പറയുക ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് ആ കരാറ് ലാവലി. അതിലൂടെ ഇന്ന് പറയുന്നത് കേരളത്തിലെ വ്യാവസായികമായ പുരോഗതിയുടെ ഭാഗമാണ്. ഇതിങ്ങനെ മറയാക്കി പലതും മറയാക്കിയാണ് ഈ അഴിമതിയും കൊള്ളയും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി ചില സ്ഥാപിത താല്പര്യമുണ്ട്. അത് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് അറിയാം. അതൊരു വ്യവസായ വകുപ്പ് മന്ത്രി കൂട്ടുനിൽക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില ഗൂഢാലോചനയും ഇതിന്റെ പിന്നിൽ. ശരി ശരി ശ്രീ രവി, ഒരു ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാർ റദ്ദാക്കിയതിനു ശേഷം അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത് തന്നെ കൊള്ളയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അവിടെയാണ് ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന് ഇത്തരത്തിൽ 25 വർഷം കൂടി വൈദ്യുതോൽപാദനത്തിനുള്ള അനുമതി 25 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം ഒരു പ്രത്യേക നയമാവണമെങ്കിൽ കുറഞ്ഞത് ഒരു മന്ത്രിസഭയിലെങ്കിലും ഡിസ്കസ് ചെയ്യണം. അത് മന്ത്രിസഭ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയില്ല. അത് മന്ത്രിസഭാ തീരുമാനമായി ഇതുവരെയും പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യവുമല്ല. അവിടെ വ്യവസായ വകുപ്പിൻ്റെ നയവും താല്പര്യവും കൂടി പരിഗണിച്ച് പിന്നീട് തീരുമാനിക്കാമെന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഒരു രേഖ. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിലയം 10 വർഷം കൂടി ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതുവഴി 140 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് എത്തും എന്ന് KSEB ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് ഒരു നയവൈകല്യമാണോ അതല്ല അഴിമതിയാണോ? ഇത് വളരെ ദുരൂഹമാണ്. കാരണം 30 വർഷത്തേക്ക് അവർക്ക് BOT അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു പ്രോജക്റ്റ്, അത് ആദ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ വാസ്തവത്തിൽ സർക്കാരിന്റെ ഒരു നയത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ പദ്ധതി മണിയാർ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ശബരിഗിരി പ്രോജക്റ്റിൽ നിന്ന് വരുന്ന വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ ടെയിൽ റൈസ് പ്രോജക്റ്റുകൾ, മറ്റു പദ്ധതികളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്ന പദ്ധതികൾ KSEB തന്നെ നടത്തണം എന്നാണ് സർക്കാർ നയം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് അത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കൊടുത്ത സമയത്ത് 30 വർഷത്തേക്ക് കൊടുത്തു. ആ 30 വർഷത്തെ കാലാവധി കഴിയുമ്പോഴെങ്കിലും അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇവർക്ക് ഇതിന്റെ പേരിൽ ഒരു നഷ്ടം വന്നു എന്ന് ഒരു തരത്തിലും നമുക്ക് കാണാൻ കഴിയില്ല.
കാരണം 1994 കമ്മീഷൻ ചെയ്തു, 22 കോടിയാണ് ചെലവ്. ഇപ്പോ അവർക്ക് അവരുടെ വൈദ്യുതി ചാർജിൽ പ്രതിവർഷം ഏകദേശം 20 കോടിയോളം രൂപ അവർക്ക് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് അവർക്ക് ലാഭം വരുന്നുണ്ട്. ശരാശരി 36 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടുന്ന് ഒരു വർഷം കിട്ടുമെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ട്രാൻസ്മിഷൻ ലോസിന്റെ ഒരു 12%, അതുപോലെ തന്നെ ഈ മറ്റേ ശബരിഗിരി എന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു 10% റോയൽറ്റി അവർ കൊടുക്കണം. അതെല്ലാം കണക്കാക്കി കഴിഞ്ഞാലും പിന്നെയും ചുരുങ്ങിയത് 17-18 കോടി രൂപയെങ്കിലും അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം ലാഭം കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു കാലാവധി ക്കുള്ളില് അവർക്ക് അവരുടെ മുതൽ മുടക്കും അതിനേക്കാൾ കൂടുതൽ ലാഭവും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ 2018 കുറച്ച് ലോസ് ഉണ്ടായിരുന്നോ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നിലനിൽക്കുന്നതാണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു വിഭവത്തെ എന്താണ് അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് KSEB അവിടെ പരിശോധിച്ചു കൊടുത്ത റിപ്പോർട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ നഷ്ടം വന്നിട്ടില്ല എന്ന് KSEB പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പ്രോജക്റ്റ് ഇനിയിപ്പോ കരാറ് നീട്ടി കൊടുക്കുന്നതിനകത്ത് നേരത്തെ പറഞ്ഞ അവർ കൂടുതൽ വ്യവസായം കൊണ്ടുവരും, അത്തരം കാര്യങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും ബാധിക്കാം. പക്ഷെ അതൊരു ജസ്റ്റിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഇതൊരു കോമൺസ് ആണ്. അതായത് ഈ എന്താ പറയാ, വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെ ഒരു നിശ്ചിത സമയത്തേക്ക് BOT അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ന്യായമായി പറഞ്ഞിരുന്നത് 30 വർഷത്തിന് ശേഷം ഇത് പൂർണ്ണമായും സൗജന്യമായിട്ട് സർക്കാരിന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ സൗജന്യമായി കിട്ടും എന്ന് പറയുന്നത് ഇപ്പൊ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതിന് എന്ത് ന്യായമാണുള്ളത്? അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നത് ഈ എവിടെ പോയി? അപ്പോ ഈ പൊതുവിഭവം എടുത്ത് ഇവർക്ക് യഥേഷ്ടം ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന തരത്തിൽ അവർക്ക് കൈമാറി കൊടുത്തു എന്നല്ലേ വരുന്നത്. അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ എന്താ പറയാ, ഇവർക്ക് എപ്പോഴും KSEBയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ശബരിഗിരി പ്രോജക്റ്റിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിലുള്ള ഒരു റോയൽറ്റി ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒറിജിനൽ കരാറിലുള്ള കരാർ അതിന് ഒപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാട്ടർ സെസ് ഇല്ല കേട്ടോ. വെള്ളം ഉപയോഗിക്കുന്നതിന് ഈ സെസ് ഏർപ്പെടുത്താമെന്ന് വകുപ്പുണ്ടെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. വെള്ളം ഉപയോഗിക്കുന്നതിന് ഇവര് ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല. ആകെ വരുന്നത് ഈ KSEBയുടെ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നതിന് 10% ഇവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അവരുടെ താരിഫിന്റെ 10% വെച്ച് റോയൽറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ഇവർ കോടതിയിൽ പല ചോദ്യമാണ്, സുപ്രീം കോടതി വരെ പോയി ചാലഞ്ച് ചെയ്ത് പരാജയപ്പെട്ടതാണ്. ഈ കരാർ ഒപ്പിട്ട് പിന്നീട് അതിന് വിരുദ്ധമായിട്ടുള്ള ഈ ക്ലെയിംസ് എല്ലാം വയ്ക്കുകയും ചെയ്യുന്ന ഒരു ആൾക്കാരും കൂടിയാണ്. എന്നിട്ടാണ് പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് ഇത് കൊടുക്കാൻ നോക്കുന്നത്. അത് എങ്ങനെയാണ് അത് ജസ്റ്റിഫൈ ചെയ്യാന്ന് എനിക്കറിയില്ല. ഒരു തരത്തിലും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കിപ്പോ തൊട്ടടുത്താണ് ഈ KSEB വൈദ്യുതി ചാർജ് കൂട്ടിയത്. ഇതുപോലെയാണ് അവരുടെ നടപടി എന്നുണ്ടെങ്കിൽ ഇനിയും വൈദ്യുതി ചാർജ് കൂട്ടേണ്ടി വരികയല്ലേ. രവിന്റെ ചോദ്യം, ഇതൊരു പ്രത്യേക നയമായി എടുക്കാം, ഒരു സ്പെഷ്യൽ പോളിസി ആയിട്ട് എടുക്കാം, 2 പേർക്ക് മാത്രം ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കാം എന്ന് സർക്കാരിന് വേണ്ടി തീരുമാനിക്കാം. അതിന് ന്യായവും നീതിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കേണ്ട യോഗത്തിലാണോ അതോ മന്ത്രിസഭയാണോ? അത് മന്ത്രിസഭയാണ്. മന്ത്രിസഭ മാത്രമല്ല, ഇതൊരു എന്താ പറയാ, മുന്നണി ഭരണമാണ്. അപ്പൊ മുന്നണി തന്നെ ഇക്കാര്യത്തിൽ നയപരമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. അതിനകത്തുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അല്ലാതെ ഏതെങ്കിലും 1-2 മന്ത്രിമാരോ ചില ഉദ്യോഗസ്ഥന്മാരോ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല. ശരി, ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം അതിഥികളിലേക്ക്. ഒരു ചെറിയ ഇടവേള. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പുമായും ഒരു പൊതുമേഖലാ സ്ഥാപനവുമായും നിരന്തരം തർക്കമുള്ള ആ കരാർ ലംഘനത്തിന്റെ പേരിൽ KSEB തന്നെ പല പ്രാവശ്യം റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു കമ്പനി, അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക നയം രൂപീകരിച്ച് ചില ഇളവുകൾ നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നു. അതിൻ്റെ നീതിയും ന്യായമൊക്കെ മാറ്റിവെക്കുക. അതിൽ അനീതിയുണ്ട്, അത് അഴിമതി സാധ്യതയുള്ള ഒന്നാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രത്യേക നയം രൂപീകരിക്കേണ്ടത് ആരാണ്? അത് മന്ത്രിസഭയല്ലേ? കാരണം വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നത് JDS ആണ്. JDSന്റെ ആ മന്ത്രിയെങ്കിലും ഈ കാര്യം അറിയേണ്ട എങ്ങനെ ഒരു നയം രൂപീകരിച്ചത്.
അതിൽ ഈ പറയുന്ന യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പ്രത്യേകമായി KSEB ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യവസായ വകുപ്പ് പറഞ്ഞു ഇതിൽ പ്രത്യേക തീരുമാനം പിന്നീട് എടുക്കാമെന്ന്. വ്യവസായ വകുപ്പിൻ്റെ മാത്രം കേൾക്കുകയും വ്യവസായ വകുപ്പിൻ്റെ താല്പര്യങ്ങൾ എന്ന് തന്നെ പറയണം, ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രത്യേക നയം രൂപീകരിക്കാൻ മന്ത്രിസഭ ചേരണ്ടേ? മന്ത്രിസഭ ചേരാതെ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ ന്യായം എന്താണ്? ജിംസേ, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ഷുക്കൂർ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അദാനിക്ക് വേണ്ടി വലിയ ഇളവുകൾ കൊടുത്തു, അതുമായിട്ട് കേരളത്തിലെ താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് അജിംസും പറഞ്ഞു. കോൺഗ്രസിൻ്റെ സ്നേഹിതനും അതിന് തുല്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2016 ഇപ്പോൾ തുടരുന്ന 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ വ്യവസായ നയത്തെ സംബന്ധിച്ചും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ സംബന്ധിച്ചും വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യാതൊരു വ്യക്തമായ നിലപാടുമില്ലാതെ അദാനി പോർട്ടിന് കേരളത്തിൻ്റെ കണ്ണായ സ്വത്തുക്കൾ 90 വർഷത്തേക്ക് ചുമ്മാതെ കുതിരപ്പാട്ടത്തിന് പോലും അതിൻ്റെ സാധാരണഗതിയിലുള്ള നിയമങ്ങൾ പോലും നോക്കാതെ കൊടുത്തവരാണ്. അതിന് നേതൃത്വം കൊടുത്ത രമേശ് ചെന്നിത്തല അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത സമീപനം എന്താണ്? അദാനി പോർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ മുന്നേറ്റത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിനും നിർണായകമായ പങ്കുവഹിക്കും. കേന്ദ്ര ഗവൺമെൻറ് പോലും തരേണ്ട സഹായങ്ങൾ തരാതിരുന്നിട്ട് പോലും റോഡും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി അദാനി പോർട്ടിൻ്റെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വളരെ വേഗത്തിൽ അത് കമ്മീഷൻ ചെയ്യുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യക്ക് തന്നെ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. നമ്മുടെ റോഡുകളുടെ കാര്യത്തിലായാലും നമ്മുടെ പാലങ്ങളുടെ കാര്യത്തിലായാലും കേരളത്തിൻ്റെ പൊതുവായ പുരോഗതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. അതിൽ JDSന് അഭിപ്രായ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഏതെങ്കിലും തർക്കങ്ങളുണ്ടോ എന്ന വിലയിരുത്തലിലേക്ക് നിങ്ങൾ ഈ ഘട്ടത്തിൽ പോകുന്നത് പറഞ്ഞ കാര്യമാണോ എന്നല്ല ഞാൻ ചോദ്യം. എന്റെ ചോദ്യം അതല്ല സനൽകുമാർ. ഇങ്ങനെ ഒരു തീരുമാനം ആരാണ് എടുക്കേണ്ടത്? മന്ത്രിസഭയാണോ? അതല്ല, മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഒരു പ്രത്യേക നയം രൂപീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാഥനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ അനുവാദത്തോടെയും കൺസേണോടും കൂടി അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയുടെ നാഥൻ എന്നുള്ള നിലയ്ക്ക് ആവശ്യമായ ഒരു കരാർ വർദ്ധിപ്പിച്ചു നിട്ടണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെ പറ്റി കൂടെ നമ്മൾ കാണണം. ഈ 2021 ഗവൺമെൻറ് വന്ന് സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയുടെ ഭാഗമായി IBM അടക്കം ലോകോത്തര 29 കമ്പനികൾ ഇവിടെ വന്ന് ഈ കേരളത്തിനുണ്ടാക്കിയ മാറ്റങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടാ. അവർക്ക് നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവർക്ക് നമ്മൾ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിടത്തേക്ക് ഇതെല്ലാം വരികയാണ്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കമ്പനിയെ സംബന്ധിച്ച് തന്നെ എടുക്കുക. കാർബോറാണ്ടം എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഇവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വൈദ്യുതി മേഖലയിൽ എന്തോ വലിയ ഇളവുകൾ അങ്ങ് അവർക്ക് വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ ഈ ക്യാപ്റ്റീവ് വൈദ്യുതി പ്രകാരം അവർക്ക് ലഭിക്കുന്ന 12 മെഗാവാട്ട് വൈദ്യുതി അവരുടെ ആവശ്യങ്ങൾ ആകെ നിറവേറ്റാൻ കഴിയുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അവരിപ്പോൾ തന്നെ 8 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഇവിടേക്ക് ഇത് വളരെ സാങ്കേതികമായ കാര്യമായത് പ്രേക്ഷകർക്ക് ഒരു നിമിഷം സനൽകുമാർ 50 പൈസ ചെലവേ ഉള്ളൂ. ഫ്രീയായി കിട്ടും. ശബരിഗിരി പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളമാണ് ഇത് ഉപയോഗിക്കുന്നത്. 50 പൈസ യൂണിറ്റിന്റെ ചെലവിലാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. എനിക്ക് ഒറ്റ നിമിഷം സനൽകുമാർ, എനിക്ക് നിങ്ങൾ 50 പൈസ ചെലവിൽ യൂണിറ്റിന് 50 പൈസ ചെലവിൽ എനിക്ക് വൈദ്യുതി തരൂ. ഞാൻ 5000 കോടി ഇവിടെ നിക്ഷേപിക്കാം. തരുമോ? ഞാൻ 5000 കോടി നിക്ഷേപിക്കാം. നിങ്ങൾ 50 പൈസ ചെലവിൽ എനിക്ക് യൂണിറ്റ് വൈദ്യുതി 5000 കോടി ഞാൻ നിക്ഷേപിക്കാം. നിങ്ങൾ കൊടുക്കോ? അജിം സാർ തെറ്റാണ്. പറയാം. അതിൻ്റെ അകത്ത് വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നികുതി ഇനത്തിൽ 15 പൈസ യൂണിറ്റ് ഒന്നിന്, റോയൽറ്റി ഇനത്തിൽ 62 പൈസ, പ്രസരണ വിതരണ നഷ്ടം 74 പൈസ എന്നീ അധിക ചെലവുകൾ കൂടി വരുമ്പോൾ 3 രൂപയ്ക്ക് മുകളിലാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് വില വരുന്നത്. ഇപ്പം നമ്മൾ തന്നെ സോളാർ യൂണിറ്റ് വീട്ടിലുണ്ടാക്കി ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഉണ്ടാക്കുന്ന കരാറിന് എത്ര? 3 രൂപയാണ് ഉപഭോക്താവിന് കൊടുക്കുന്നത്. നമ്മൾ 3 രൂപയാണ് ഉപഭോക്താവിന് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന മിച്ചം വൈദ്യുതി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ച്
3 രൂപ കൃത്യമായി ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകിക്കൊണ്ടാണ് 50 പൈസ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ്. രണ്ടാമത്തെ കാര്യം കൂടെ മനസ്സിലാക്കണം. കേരളത്തിലെ മൊത്തം വൈദ്യുതി ആവശ്യം എന്ന് പറയുന്നത് ശരാശരി 30,000 മില്യൺ വൈദ്യുതി യൂണിറ്റാണ്. മണിയാർ പദ്ധതിയുടെ എന്ന് പറയുന്നത് 30 മില്യനാണ് പരമാവധി കിട്ടിയാൽ. പ്രസരണ വിതരണ നഷ്ടം കഴിച്ചാൽ 27 മില്യൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. വൈദ്യുതി ആവശ്യത്തിൻ്റെ 0.09% വരുന്ന ഈ വൈദ്യുതി മുഴുവൻ KSEBിക്ക് ലഭിച്ചാലും ഇന്നത്തെ വൈദ്യുത വിതരണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ വാട്ടർ റോയൽറ്റി നികുതി ഇനത്തിലും വിതരണ ചെലവ് ഇനങ്ങളിലും കൂടി 4.5 കോടി രൂപയോളം കൂടി KSEBിക്ക് മണിയാറിൽ നിന്ന് അധികമായി ലഭിക്കുന്നുണ്ട്. യാതൊരു മുതൽ മുടക്കുമില്ലാതെ KSEBിക്ക് ലഭിക്കുന്ന KSEBിയുടെ പ്രതിവർഷം ആവശ്യമായിട്ടുള്ള 3 രൂപ അവർക്ക് ചെലവ് വരുന്നുണ്ട് ഈ വൈദ്യുതി ഉൽപ്പാദനത്തിലെങ്കിൽ അവരെന്തിനാണ് ഇത് കഷ്ടപ്പെട്ട് 25 കൊല്ലത്തോടെയും വാങ്ങുന്നത്? അവർക്ക് KSEBിൽ നേരിട്ട് മേടിച്ചാൽ പോരെ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റീവ് വൈദ്യുതി ആകുമ്പോൾ ഇപ്പം നമ്മൾ എന്തിനാണ് സോളാർ യൂണിറ്റ് വീട്ടിലുണ്ടാക്കുന്നത്? സോളാർ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ പരമാവധി വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാം. പരമാവധി വൈദ്യുതി ഉപയോഗിച്ചിട്ട് മിച്ചം വരുന്ന വൈദ്യുതിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് വില തരുന്നത് നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ 100 രൂപയുടെ വൈദ്യുതി വിലയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും അവരുൽപ്പാദിപ്പിക്കുന്ന ക്യാപ്റ്റീവ് വൈദ്യുതി ഉപയോഗിച്ച് അവർക്ക് പരമാവധി സനൽകുമാർ ഒറ്റ കാര്യം അവർക്ക് 12 മെഗാവാട്ട് വൈദ്യുതി ശേഷിയുള്ള ഒരു നിലയമാണ്. ആ നിലയം എനിക്ക് നിങ്ങൾ എനിക്ക് തന്നേക്ക്, ഞാൻ അവർ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ നിക്ഷേപിക്കാം. ചെയ്യോ? നിങ്ങൾ അതുപോലെ ഒരു കമ്പനിയായി വ്യവസ്ഥകളോടുകൂടി ഇൻഡസ്ട്രിയൽ പോലെയോ എന്റെ ചോദ്യം അവിടെയാണ്. നിയമപരമായി കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട ഒരു വൈദ്യുത പദ്ധതി KSEBിയുടെ കണക്ക് പ്രകാരം 10 വർഷം കൊണ്ട് 140 കോടി പൊതുഖജനാവിലേക്ക് വരേണ്ട ഒരു പദ്ധതി. ആ 140 കോടി വെറുതെ കൊടുക്കുകയാണ് അവർക്ക്. നിയമപരമായി 140 കോടി വെറുതെ കൊടുക്കുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? 700 കോടി രൂപയുടെ പദ്ധതി വരും, 700 കോടിയുടെ നിക്ഷേപം വരുമെന്നാണ്. അതിന് കരാർ വേണ്ടേ? 700 കോടിയുടെ നിക്ഷേപം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ 140 കോടി ചുമ്മാ തരാം. അത് ജനങ്ങളോട് പറയണ്ടേ? അതല്ല പറഞ്ഞത്. അതായത് 94 തുടങ്ങുമ്പോൾ മുരുകപ്പ കമ്പനിയുടെ ഇത് കാർബറോണ്ട യൂണിറ്റിന് 360 കോടി രൂപയായിരുന്നു എങ്കിൽ 700 കോടിയുടെ നിക്ഷേപം അവർ ഇവിടെയായി. ഏഷ്യ പസഫിക് രാജ്യങ്ങളിലേക്ക് അവർ 100 കോടിയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വരുമാനം കേരളത്തിൽ ലഭിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറച്ച് അവർ കൂടുതൽ നിക്ഷേപം നടത്താൻ പോവുകയാണെങ്കിൽ ആ നിക്ഷേപത്തിന്റെ കണക്ക് എത്രയാണ്? എത്ര രൂപയാണ് അവർ നിക്ഷേപിക്കുക? നമ്മൾ 140 കോടി രൂപ 10 വർഷം കൊണ്ട് 25 വർഷമാകുമ്പോൾ 20 വർഷമാകുമ്പോൾ 280 കോടി രൂപ 300 കോടി രൂപ നമ്മൾ വെറുതെ കൊടുക്കുകയാണ് അവർക്ക് 25 കൊല്ലത്തേക്ക്. അല്ല, നിങ്ങളത് കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ നിങ്ങൾ തെറ്റായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് 94 ഈ കമ്പനി കരാറ് വെക്കുന്ന സമയത്ത് 360 കോടിയുടെ നിക്ഷേപം നടത്തിയ അവർ 700 കോടിയിലേക്ക് അവരുടെ നിക്ഷേപം ഉയർത്തി. അത് കൂടാതെ പുതുതായി ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള പ്രപ്പോസൽ അനുസരിച്ച് എക്സ്പാൻഷൻ ഓഫ് അലൂമിനിയം ഫ്യൂഷൻ ഫെസിലിറ്റി എടപ്പള്ളി, എക്സ്പാൻഷൻ ഓഫ് SIC പ്രൊഡക്ഷൻ ഫെസിലിറ്റി കൊരട്ടി, ന്യൂ ഗ്രെയിൻ പ്രോസസിംഗ് പ്ലാന്റ് അറ്റ് സെസ് എടപ്പള്ളി, ന്യൂ സോളാർ പ്ലാന്റ് അറ്റ് കളമശ്ശേരി, ഹൈ പ്യൂരിറ്റി സിലിക്കോൺ കാർബൈഡ്, ബോറോൺ കാർബൈഡ്, ഗ്രാഫൈറ്റ് എന്നീ പദ്ധതികൾ പുതുതായി അങ്ങേക്ക് അറിയാമായിരിക്കും. പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറയാം. താങ്കൾ ഈ വിശദീകരിച്ച കമ്പനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം മെറ്റലർജിക്കൽ കമ്പനികളാണ്. മെറ്റലർജിക്കൽ കമ്പനികളുടെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ വൈദ്യുതിയാണ്. അത് ചുമ്മാ കിട്ടുകയാണ്. അവർക്ക് എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം. അല്ലല്ല, ഞാൻ പറയട്ടെ ഒരു കാര്യം അജിംസെ മനസ്സിലാക്കണം. കേരളത്തിൽ ഇന്ന് നിക്ഷേപ സൗഹൃദമായതും കേരളത്തിലേക്ക് വ്യവസായികൾ വരുന്നതും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളടക്കം വലിയ സൗജന്യങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇവർ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയില്, ഇവർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തില് കേരളത്തിൽ പോലെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ന്യായം ഇവർ പറയുന്നത്? എല്ലാ സൗജന്യങ്ങളും കൊടുക്കുന്നു. അപ്പോഴും എന്താണ്? കേരളത്തിലൊന്നും വരാൻ പാടില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് BJPയുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് കേരളത്തിനൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ ഭാഗമായി അഴിമതി ആരോപണം ഉന്നയിച്ച് തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാമെന്നാണ്. ഇത് എത്ര നാളായി തുടങ്ങി? രാവിലെ നിങ്ങൾ എത്ര കാലമായിട്ട് നടത്തി? നിങ്ങൾ ഈ വ്യവസായം വളരണമെങ്കിൽ അവർക്ക് ആവശ്യമായ ഭൂമി, വെള്ളം, വൈദ്യുതി എന്നിവ സൗജന്യ നിരക്കിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വ്യവസായം വളർന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരുന്നത്. കേരളത്തിൽ അങ്ങനെയൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വ്യവസായം വളരില്ല. ഇപ്പോൾ 10 വർഷം കൊണ്ട് 140 കോടി ലഭിക്കും എന്ന് പറയുന്ന മണിയാർ പദ്ധതി KSEBിക്ക് ലഭിച്ചാൽ 20 വർഷം കൊണ്ട് അത് 250 കോടിയായി.
പിന്നെ പോകുന്ന 280, 70, 350 കോടി രൂപ വെറുതെ കൊടുക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് നമുക്കതിൽ നിന്ന്. വെറുതെ കൊടുക്കുകയാണ് എങ്കിൽ ആ 350 കോടി വെറുതെ കൊടുത്താലും കുറേ നിക്ഷേപം വന്നാൽ അത് നല്ലതല്ലേ, ഗുണകരമല്ലേ സംസ്ഥാനത്തിന്? ഷുക്കൂർ. അങ്ങനെയാണോ എടുക്കേണ്ടത്? അങ്ങനെയാണോ ഇതിനെല്ലാം ഇവർ കണ്ടിട്ടുള്ളത്? ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ സംസാരിച്ച CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞു, അദാനി പോർട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ അദാനി പോർട്ടിനെ കുറിച്ച് പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത ഒരു എഫേർട്ട്, നടപടി, അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴും അതിൻ്റെ ഖ്യാതി തൻ്റെ തലയിലേക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവർ പറയുന്നത് അദാനിയെ കൊണ്ടുവന്നത് കേരളത്തിൽ UDF ആണ്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇപ്പൊ എന്താ സ്ഥിതി? 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലഭിച്ചിരുന്നത് 25. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടയ്ക്ക് കയറാതെ. ഞാൻ കയറിയില്ലല്ലോ ഇടയ്ക്ക്. അല്ല ഞാൻ പറയട്ടെ, 4 രൂപ 29 പൈസക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 25 വർഷക്കാലത്തെ കരാറ് എന്ത് കാരണത്താൽ നിങ്ങൾ റദ്ദ് ചെയ്തു? നിങ്ങൾ ഏത് കാരണത്താൽ റദ്ദ് ചെയ്തു? ഈ സർക്കാർ ഈ കരാർ എങ്ങനെ റദ്ദ് ചെയ്തു? അത് നിങ്ങൾ തടസ്സപ്പെടുത്താതെ ദയവ് ചെയ്ത്. ഇതൊരു ശരിയായ രീതിയല്ല, ഇതൊരു മര്യാദയല്ല. അല്ല ഷുക്കൂർ സൽകുമാർ പറയുന്നത് വിഴിഞ്ഞത്ത് 100 കണക്കിന് ഏക്കർ ഭൂമി അദാനിക്ക് 10-30 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തു, അവർക്ക് അവിഹിതമായ ലാഭം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കി. നിങ്ങൾക്ക് ഇത് പറയാൻ യോഗ്യതയില്ലെന്നാണ് പറയുന്നത്. കരാർ 90 വർഷത്തേക്ക് 90 വർഷത്തേക്ക് അദാനിക്ക് നിങ്ങൾ കൊടുത്ത സൗജന്യം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാട്ടാനുള്ള ധാർമ്മികമായ അവകാശമില്ല. അതാണ് സൽകുമാർ പറയുന്നത്. തീർച്ചയായിട്ടുണ്ട്. 1000 കോടി രൂപയായി കുറച്ച നഷ്ടം, വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ എത്ര 1000 കോടിയായി മാറിയിരിക്കുന്നു നഷ്ടം. അതില്ല. അത് ജനദ്രോഹപരമായി ആ വിദ്യുത് ശക്തി ചാർജ് വർധനവ് ഉണ്ടാക്കിക്കൊണ്ടുകൂടി ഞങ്ങൾ കുറച്ചുകൊണ്ട് നഷ്ടം കുറച്ചു. വൈദ്യുതി ചാർജ് വർധനവില്ലാതെ വൈദ്യുതി ചാർജ് കുറച്ച് നഷ്ടം കുറച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി 8.5 വർഷക്കാലത്തെ അഴിമതിപൂർണമായ ഭരണത്തിലൂടെ ജനങ്ങളുടെ മേൽ കടുത്ത വിദ്യുത് ശക്തി ചാർജ് ഏർപ്പെടുത്തി ദ്രോഹമുണ്ടാക്കി അതുവഴി വൈദ്യുതി ബോർഡിന്റെ നഷ്ടം കൂട്ടി. വരുമാനം കൂടുമ്പോഴും ഇതിന് ആരാണ് ഉത്തരവാദി? അവര് അദാനിയെ മറ്റൊരു പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പിണറായി വിജയനും വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിക്കും ഇതിന് കൂട്ടുനിൽക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിക്കും ജനങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് ജനവഞ്ചനയാണ്. ഇത് കൊടിയ അഴിമതിയുടെ ഭാഗമാണ്. അത് പുറത്തു വരുന്നതിനുള്ള ക്ഷീണം തീർക്കാൻ പല ന്യായീകരണം പറയുകയാണ്. ഒരു കാര്യമില്ല. 50 പൈസയാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്. എന്തുകൊണ്ട് അത് 30 വർഷത്തിന് ശേഷം 600 കോടി രൂപ കൊടുത്ത് വീണ്ടും 25 വർഷത്തേക്ക് 500 കോടി രൂപ കൊടുത്തുകൊണ്ട് ആ വൈദ്യുതി ഒരു സ്വകാര്യ സംവിധാനത്തിൻ്റെ ഭാഗമാകട്ടെ വ്യാവസായികമായി ബുദ്ധിമുട്ടുണ്ടാകും എന്ന മറ അല്ലെങ്കിൽ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ കൊള്ളയും ഈ അഴിമതിയും ഉണ്ടല്ലോ, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശരി, ഇതിനൊരു ന്യായമില്ല. നിങ്ങൾ ഇവിടെ പറയുന്നു CPM മുഖ്യമന്ത്രി CPM നാഥനാണ്, ഈ ഗവൺമെന്റിന്റെ നാഥനാണ്, അദ്ദേഹത്തിന് നയം തീരുമാനിക്കാതാണ്. അങ്ങനെയാണോ ഒരു നയം തീരുമാനിക്കപ്പെടുന്നത്? ശരി, അങ്ങനെയാണോ ശ്രീ എസ് പി രവി ഒരു ഭരണകക്ഷി അതിന്റെ നയം തീരുമാനിക്കുന്നത്? ഞാൻ സനലിലേക്ക് വരാം. ശ്രീ എസ് പി രവി, ഇവിടെ വ്യവസായ വളർച്ച സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ കഞ്ചിക്കോട് ഭാഗത്തൊക്കെ എത്രയോ മെറ്റലർജിക്കൽ കമ്പനികളുണ്ട്. അവരെ എത്രയധികം വൈദ്യുതി സൗജന്യ നിരക്കിലും അല്ലാതെയും ഈ പറയുന്ന അറേഞ്ച്മെൻറ്റിലൂടെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മെറ്റലർജിക്കൽ കമ്പനികൾ പലതും മിനി, മൈക്രോ, സ്മോൾ സ്കെയിൽ ജലവൈദ്യുത പദ്ധതികൾ പലയിടത്തും നടത്തുന്നുമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ വ്യവസായ വളർച്ചയ്ക്ക് ഇത്തരം ചില പ്രത്യേക നയങ്ങൾ, പ്രത്യേക നയങ്ങൾ ആവശ്യമല്ലേ? അജിംഷ, മെറ്റലർജിക്കൽ കമ്പനികളുടെ പറഞ്ഞപ്പോൾ അത് തന്നെ തുടങ്ങാം. 1990-കളിലാണ് ഈ കഞ്ചിക്കോട് ഭാഗത്തെല്ലാം
ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ വരുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ ഈ എന്താ പറയുക, വൈദ്യുതിക്ക് ആദ്യമായിട്ട് ക്ഷാമം വന്ന ഒരു പീരീഡും അതാണ്. നമ്മൾ ഇടുക്കി പദ്ധതിയൊക്കെ വരുന്ന സമയത്ത് കേരളത്തിൽ വൈദ്യുതി വളരെ അധികമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് വൈദ്യുതിയൊക്കെ വിറ്റിരുന്ന സമയമായിരുന്നു. അതിൽ നിന്നും മാറിയിട്ട് ഇവിടെ ഈ വൈദ്യുതി ആവശ്യം പെട്ടെന്ന് കുതിച്ചുയർന്നത് ഈ പറയുന്ന മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസ് വന്ന സമയത്താണ്. ആ സമയത്ത് തന്നെ അത് ഈ എന്താ പറയുക, കേരളത്തിന് മൊത്തത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റും അത് വൈദ്യുതി മേഖല ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കമ്പയർ ചെയ്തുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇവിടേക്ക് അഭികാമ്യമായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലുകൾ ധാരാളം വന്നിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവല്ല. അത്തരത്തിലുള്ള ഈ എന്താ പറയുക, സംസ്ഥാനത്തിന് മൊത്തത്തിൽ ഗുണകരമാണ് എന്ന് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വ്യവസായങ്ങളാണ് ഈ ഇത്തരം സംവിധാനങ്ങളിൽ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ എന്താ പറയുക, ക്യാപ്റ്റീവ് പ്ലാന്റുകൾക്ക് വേണ്ടി എന്തെങ്കിലും നയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ, ക്യാപ്റ്റീവ് പ്ലാന്റുകൾക്ക് വേണ്ടി നയം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രൊഡ്യൂസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആപിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കുകയും അത് ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുകയും അതുവഴി അവരുടെ വൈദ്യുതി കുറച്ച് താഴ്ന്നിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കൺസ്യൂമർ ആയിരിക്കും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റിന് ഈ അത് കുത്തുങ്കലായാലും ആയാലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കമ്പനികൾക്ക് മാത്രം പോകുന്നതാണ്. അല്ലാതെ വേറെ ആർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല. അപ്പൊ അവർക്ക് മാത്രം നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ഈ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നയം രൂപീകരിക്കുന്നു എന്ന് ഇവർ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കേരളത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് എന്ന് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ഇനിയിപ്പോ എന്താ പറയാ, ഈ നേരത്തെ CPM-ന്റെ സുഹൃത്ത് വീട്ടില് സോളാർ വയ്ക്കുന്നതുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്തു പറഞ്ഞു. വീട്ടിൽ സോളാർ വയ്ക്കുന്നത് പോലെയാണോ ഇത്? ഇവര് ഈ കർബറാണ്ട് യൂണിവേഴ്സല് അവര് മണിയാറിൽ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ആ വൈദ്യുതി നേരിട്ട് ഉപയോഗിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അത് ഗ്രിഡിലേക്ക് കൊടുക്കുകയും ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ സോളാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അത് ഉപയോഗിക്കുക ചെയ്യണം. നിങ്ങൾക്ക് കറണ്ട് പോയ സമയത്തും അത് കിട്ടും. അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ആ ഒരു താരതമ്യത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല. മാത്രമല്ല ഈ ഇത് കണ്ടുകൊണ്ടാണ് ഇവരുള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ന്യായവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിനി ഇവിടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യില്ല എന്നാണ്. അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എന്താ പറയാ, ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. അല്ലാതെ ആരും എന്താ പറയാ, എനിക്കിങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, അപ്പൊ അത് 25 കൊല്ലത്തേക്ക് കൂടെ കൂട്ടി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ഇൻവെസ്റ്റ് ചെയ്യാം. അതെന്തിനാ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണേ? ഇവരിപ്പോ എന്താ പറയാ 62 പൈസ എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, 6 രൂപ 20 പൈസയാണ് വരുന്നത്. 15, 30 വരാന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 62 പൈസ വെച്ച് കിട്ടുന്നതാണ് സത്യത്തിൽ ബോർഡിന് നേട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കോടി രൂപ ഒരു വർഷം വരുന്നുണ്ടാവും. അപ്പൊ അതിനു പകരം ഈ പ്രോജക്റ്റിന് എടുത്തു കഴിഞ്ഞാൽ 17-18 കോടി രൂപ കിട്ടുന്നത്. അപ്പൊ എല്ലാം മാറ്റിക്കഴിഞ്ഞാലും KCB പറഞ്ഞാൽ 140 കോടി എന്ന് പറയുന്നത് പക്കാ കണക്കാണ്. 10 വർഷത്തേക്ക് 140 കോടി ലാഭം കിട്ടുമെന്ന് KCB പറഞ്ഞത് ഒരു തർക്കവുമില്ലാത്ത. ഇവരുടെ ഇപ്പൊ കിട്ടുന്ന ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അത് വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ നേട്ടത്തിന് വേണ്ടി അല്ല എന്നൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എന്താ പറയുക ടെയിൽറൈസ് പ്രോജക്റ്റ് ഇങ്ങനെ ഒരു ക്യാപ്റ്റീവ് പ്ലാന്റ് കൊടുത്തത് എന്നുള്ളത് പോലും നമുക്കറിയാം. ആദ്യഘട്ടത്തില് സ്വകാര്യ മേഖലയ്ക്ക് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൊടുത്തിരുന്നില്ല. ഈ പ്രോജക്റ്റ് വരുന്ന സമയത്ത് 94 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാപ്റ്റീവ് പ്ലാന്റ് ആയിട്ട് മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഈ നയത്തിൽ തന്നെ സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവർ കൊടുക്കുകയും എന്നിട്ട് അതിന്റെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ബെനിഫിറ്റിനെ സംബന്ധിച്ച് അതിന്റെ റോയൽറ്റി കൊടുക്കലും ഇവർ കരാർ ഒപ്പിട്ടതിന് ശേഷം അടിച്ച് കോടതി ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അവരുടെ 30 വർഷത്തെ കാലാവധി കഴിഞ്ഞ് അവർക്ക് ഈ മുതൽ മുടക്കും അതിന്റെ ലാഭവും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും 25 കൊല്ലത്തേക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് അതിന് എന്തായാലും അത് ഈ എന്താ പറയാ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശരി, തീർച്ചയായിട്ടും സനൽകുമാർ, ഈ വിഷയം ചർച്ചയാവുന്നത് തന്നെ
കൊള്ള നിരക്കാണ് ഇപ്പോൾ വൈദ്യുതിക്ക്. വൈദ്യുതി ചാർജ് വർധന ജനങ്ങൾക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. അതിന് കാരണമായ ഒരു ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയത് നിങ്ങളാണ്. അതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചത് നിങ്ങളാണ്. അത് റദ്ദാക്കിയത് നിങ്ങളാണ്. പിന്നീട് അത് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതും നിങ്ങളുടെ സർക്കാരാണ്. എന്നിട്ട് അതിൻ്റെ ഭാരം ജനങ്ങൾക്ക് മേൽ കൊടുക്കുന്നു. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള കുത്തകകൾക്ക് നിങ്ങൾ തലോടലും. ഇതിനെയല്ലേ കൊള്ള എന്ന് പറയുന്നത്? അജിംസ്, ഇവിടെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കാണണം. ഇവരിപ്പോൾ ഇപ്പം നമ്മുടെ പരിസ്ഥിതിയുടെ പ്രിയപ്പെട്ട രവി സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ 90-കൾക്ക് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയ 90-91 ഘട്ടങ്ങളിൽ പുതിയ പുതിയ ചെറുകിട വ്യവസായങ്ങളും പുതിയ ഇത്തരം മെറ്റലർജിക്കായിട്ടുള്ള വ്യവസായങ്ങളും നിരവധിയായിട്ടുള്ള പദ്ധതികളും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വന്നു. 90-കൾ മുതൽ 96 വരെ കേരളം അഭിമുഖീകരിച്ചിരുന്ന സ്ഥിതി എന്താ? ഇവർ വലിയ ന്യായമെല്ലാം പറയുന്നല്ലോ. കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് 90 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ വെറും 26 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉണ്ടായത്. പിണറായി വിജയൻ 96-ൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന ആ 5 വർഷക്കാലം അദ്ദേഹം പൂർണ്ണമായിട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നില്ല. ഇടയ്ക്ക് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മാറി. ആ ഒരു ഒറ്റ കാലയളവിൽ മാത്രം 1058 മെഗാവാട്ട് വൈദ്യുതിയാണ്. കക്കാട് പ്രോജക്റ്റ് പൂർണ്ണമായിട്ട് നിന്ന് നടന്നതാണ്. ഞങ്ങളുടെ ജില്ലയിലാണ്, ഞങ്ങൾക്കറിയാം. പിണറായി വന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടാണ് സമയബന്ധിതമായി കക്കാട് പ്രോജക്റ്റ് പൂർത്തീകരിച്ചത്. അങ്ങനെ 1058 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉണ്ടാക്കി. പിന്നീട് ഇവിടെ വലിയ ന്യായം പറഞ്ഞല്ലോ, ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് എത്ര ഒരു കാറ്റാടി വൈദ്യുതി പോലും ഉണ്ടാക്കിയോ? പിന്നീട് AK ബാലൻ വൈദ്യുതി മന്ത്രിയായി വന്നപ്പോഴാണ് അട്ടപ്പാടിയിലും കാസർഗോട്ടുമെല്ലാം കാറ്റാടി വൈദ്യുതി അടക്കം കൊണ്ടുവന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ കഴിയുമോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിലെല്ലാം ഈ മാറ്റം വരുത്തുമ്പോൾ ആരാണ് ഈ ചാർജ് വർധനവിന്റെ അടിസ്ഥാന കാരണം? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വൈദ്യുതി ബോർഡുകളെ ഇങ്ങനെ വിഭജിച്ചത്? വൈദ്യുതി ബോർഡുകളെ മേഖലാടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് വൈദ്യുതി ബോർഡ് ജനങ്ങളുടെ കാലത്ത് ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാർ നിങ്ങൾ റദ്ദാക്കി. അതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് നിങ്ങൾ റദ്ദാക്കുകയും ആ കരാർ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുകയും ചെയ്ത അതുകൊണ്ടല്ല. അത് നിങ്ങളുടെ നയപരമായ വൈകല്യമാണ്, നിങ്ങളുടെ രാഷ്ട്രീയ നയപരമായ വൈകല്യമാണ്. അതിന് മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തുന്നു. അജിംസെ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അജിംസെ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചു ചോദിക്കേ. ഞാനൊരു പോയിന്റ് പ്രധാനമായിട്ടും പറയുന്നത്, ഇന്നത്തെ ലോകത്തുണ്ടായ മാറ്റത്തിനനുസരിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന വൈദ്യുതി ബോർഡുകളെ കേരളത്തിലെ വൈദ്യുതി വകുപ്പിനെ മേഖലാ ബോർഡുകളാക്കിയും വൈദ്യുതി ചാർജ് നിശ്ചയിക്കാനുള്ള അവകാശം പോലും സംസ്ഥാന ഗവൺമെന്റിനോ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കോ വൈദ്യുതി വകുപ്പിനോ ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരണകാലത്താണ്. നിങ്ങൾ കാരണമാണ് ഈ മുരുകപ്പയ്ക്ക് 25 കൊല്ലം കൂടി ഇത് കൊടുക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. മറുപടി വളരെ പെട്ടെന്ന്. നിങ്ങൾ കാരണമാണ്, മൻമോഹൻ സിംഗ് കാരണമാണ്. സമയം കഴിഞ്ഞുകൊണ്ടാണ് അവസാനം. ഷുക്കൂർ മറുപടി. അല്ല എന്താണ് ഇവരുടെ പൊതുനയം? ഇവരുടെ പൊതുമേഖലാ സ്നേഹം എങ്ങോട്ട് പോയി? ഇപ്പൊ എവിടെ പോയി? കാലത്തിനനുസൃതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സ്വകാര്യവൽക്കരിച്ച് കോടീശ്വരന്മാരെ, ശതകോടീശ്വരന്മാരെ, മുതലാളിമാരെ, കോർപ്പറേറ്റ് മുതലാളിമാരെ ഇതെല്ലാം ഏൽപ്പിക്കണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. രണ്ട് കമ്പനികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നയം രൂപീകരിച്ച് 25 വർഷത്തേക്ക് പദ്ധതി കൈമാറുമ്പോൾ അതിന്റെ ന്യായം, അതിന്റെ പൊതുജന താല്പര്യം വിശദീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. വളരെ നന്ദി ശ്രീ ഷുക്കൂർ, ശ്രീ സനൽകുമാർ, ശ്രീ SP രവി. ഇത്രയും സംസാരിച്ചതിനിടെ വേണം.